കാഴ്ച. അപ്പം ഇന്നെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നതിൻ്റെ സന്തോഷത്തിൽ പിള്ളേരുടെ ഒരു സെറ്റപ്പ് കടയുണ്ട്, അത് കാണിച്ചു തരാം. കമോൺ ഫോളോ മീ ഗായ്സ്. ഇവർക്ക് എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ള ചെറിയൊരു സെറ്റപ്പ് ആക്കി അപ്പോൾ കാണിച്ചു പോകാം. ഏത് കടയിൽ ഇവിടെ കടയുണ്ടെന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ പോകാൻ പോകുന്നത്. 30 രൂപ എല്ലാവർക്കും കിട്ടുമോ? കിട്ടും, ഉറപ്പാ കിട്ടും. അപ്പോൾ അത് എൻ്റെ ആകെ 30 രൂപ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാനിത് സത്യം പറഞ്ഞത് സെറ്റപ്പിന് എടുത്തല്ല. എടാ സൂക്ഷിക്കണം. അതെ ഇതാണ് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ, ഇത് വീട്ടുകാരന്. അത് ഞാനേ ചെറിയൊരു വീഡിയോ പരിപാടിയായിട്ട് പോണേ. ബാബാ കാണാം. അപ്പം പിള്ളേർക്ക് മിഠായി മേടിച്ചു കൊടുക്കലാണ് നമ്മുടെ പരിപാടി. അതുവാ കിട്ടുവാടേ 30 രൂപ എന്തെങ്കിലുമൊക്കെ ഉറപ്പാണ്. അതുതാ പറയണേ ഈ 30 രൂപക്ക് പിള്ളേർക്ക് തികയുമെന്നാണ് എനിക്കറിയാം. നിങ്ങൾ അത് വാങ്ങി തികഞ്ഞിൽ നിന്ന് നമ്മൾ പൈസ എടുപ്പിക്കും, ആളെ വിട്ട് എടുപ്പിക്കും. ഓക്കെ ഇവിടെ പിള്ളേരുടെ കടയിൽ നമുക്ക് ഉണ്ട്. പിള്ളേർ നാട്ടിലെ സെറ്റപ്പ് മൊത്തം മാറിയിരിക്കുകയാണ്. എൻ്റെ ചുറ്റുപാടും ഭയങ്കര വികസനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിതെന്താ പറയുന്നത്? എന്താണ് മേടിച്ചു നിങ്ങൾക്ക്? പിള്ളേർ ഹാപ്പി ആണെന്ന് പറഞ്ഞേ, പിള്ളേരും കൂടി എടുക്കടാ. എന്നെ മാത്രം എവിടെ കുറെ നടക്കണം. കുറച്ച് നടക്കണം. പിള്ളേര് നമ്മളെ നടത്തിക്കാനാണ്. സാരമില്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതിൽ നടക്കുക. ഡെയിലി കണ്ടന്റ്സ്, ഫാമിലി വ്ളോഗ്സ്, ഫാമിലി വ്ളോഗ്സ് വരാൻ സാധിച്ചില്ല. എന്നാലും ഡെയിലി കണ്ടന്റ്സ് ഒക്കെ എന്തായാലും. വണ്ടി വരാനുണ്ട്, കുട്ടികളൊക്കെ വണ്ടി സൈഡാക്കി റോട്ടിലേക്ക് കയറുന്നു. കട ഇതാ എത്തിയിരിക്കുകയാണ്. അതല്ലേ കട? അതാണ് ഗൈസ് കട. കാണിച്ചു കടയിലേക്ക് നമ്മൾ മൂവ് ആക്കിയിരിക്കുക. എന്താണെന്നറിയില്ല കട. പിള്ളേർ സെറ്റപ്പ് കട നല്ല എന്താണെന്നറിയില്ല, നല്ല കടയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് പിള്ളേർക്ക് തന്നെ കൊടുക്കാം, നമുക്കൊന്നും വേണ്ട. ഇതേ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സെറ്റപ്പ് കട. ഇതാണ് നമ്മുടെ എൻ്റെ പേരെന്താ? ആശിയുടെ കടയാണ്. വലിയ സെറ്റപ്പൊന്നും ഇല്ലെങ്കിലും അടിപൊളി കടയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും സാധനങ്ങളുണ്ട്. ബൂമറുണ്ട്, മിഠായിണ്ട്, പിന്നെ കോപ്പിക്കോ ഗ്ലിറ്റർ. എന്തായിരുന്നു ഉപ്പിലിട്ട മാങ്ങയൊക്കെ തീർന്നു പോയി. എന്തായാലും എൻ്റെ 30 രൂപ ഉണ്ട്. ബിങ്കോയിലൊക്കെ അറിയാം, എല്ലാവർക്കും കിട്ടൂലല്ലോ. നമുക്ക് ഇത് എത്ര പേരുണ്ട്? നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. നിങ്ങൾ കൊടുക്കും. 15 രൂപ നമ്മുടെ 30 രൂപ ഉണ്ട്. 2 രൂപ മുട്ടായി 15 രൂപ. 2 രൂപ നിങ്ങൾക്ക് ഏത് വേണേലും എടുക്കാം. ഓക്കെ എന്നാ അത് അപ്പോൾ 15 എണ്ണം. അപ്പം 15 പേരില്ലേ? കറക്റ്റ് അല്ലേ എണ്ണം? 2 എടുത്തവർ മാറി നിൽക്കട്ടാ. ഹലോ എടുത്തവര് ഓക്കെ എല്ലാവർക്കും. ഓൾസോ കടയുടെ ഓണേഴ്സിനും കൊടുക്ക്. അപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? എന്നാ പേയ്മെന്റ് നടത്തു. നമ്മുടെ അനിയ നിനക്ക് വേണ്ട നീ എടുത്താ എന്തെങ്കിലും മേടിച്ചോടാ. പൈസ ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തേക്ക്.
ഇപ്പൊ എത്ര എല്ലാരും എന്തൊക്കെ എടുത്തെന്ന് കണക്ക് ഒന്നും കൂടി ലാസ്റ്റ് ആണ്. എല്ലാരും എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്യും ഒന്നും കൂടി. മൊത്തം ആൾക്കാരെ കൗണ്ട് ചെയ്യും. ഉറപ്പാണോ? 3 3 6 6 അവിടെ. 8 10 12 14 16 18 20 22 24 24 രൂപ. എന്തായാലും 30 രൂപ കൊടുത്തു പൈസ കൊടുത്തേക്ക്. ഓക്കെ, അപ്പോൾ സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം, നിങ്ങളും സന്തോഷമാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അതേ പിള്ളേരുടെ കടയിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? അതേ സാധനം ഓക്കെ അല്ലേ? സെറ്റ്. അപ്പോൾ ബൈ, കമോൺ.